നമുക്ക് ആധാർ കാർഡ് ഉള്ളതുപോലെ നമ്മൾ ഏത് ബിസിനസ്സിനും ഒരു ഉദ്യം രജിസ്ട്രേഷൻ, അതിന് ഉദ്യം രജിസ്ട്രേഷൻ വേണ്ടി ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഇപ്പം ലൈവ് ചെയ്യാം. ആർക്കും താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. പ്രോപ്പർട്ടി ആദ്യം വേണ്ടത് ഒരു പേര്. ആകെ ഉള്ളത് ആ NIC കോഡ് കണ്ടുപിടിക്കാൻ ഒരു അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമ്മൾ ഒരു എക്സ്പീരിയൻസ്. അതിനകത്ത് 4 ടൈപ്പ് സർട്ടിഫിക്കറ്റ് വരും. മാർക്കറ്റിംഗിന്റെ ഏറ്റവും അടിസ്ഥാന സർട്ടിഫിക്കറ്റ് നല്ല ഐഡന്റിറ്റി ഇല്ലാത്തതിനെ ബ്രാൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഒരു റെഗുലർ ടാസ്ക് ആയിരിക്കും, നന്നാവില്ല. ഇവിടെ ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങളെല്ലാം വളർന്നു വരുന്നത്, പക്ഷെ അവർക്കെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ബിസിനസിന്റെ രീതി ശാസ്ത്രങ്ങൾ അറിയില്ല. അപ്പൊ നമുക്കൊരു പലചരക്കട തുടങ്ങുമ്പോൾ പോലും നമ്മുടെ നാട്ടിലുള്ള ഒരു പലചരക്കടക്കാരന് ബോധമുണ്ട് എത്ര ഒറീസക്കാരടുത്ത് താമസിക്കുന്നുണ്ട്, എത്ര ബംഗാളീസ് അവിടെ താമസിക്കുന്നുണ്ട്, അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ നാളെ വേണ്ടി വരും, ഉരുളക്കിഴങ്ങ് എത്ര അവിടെ നടക്കേണ്ടി വരും, എത്ര കിലോ വേണ്ടി വരും, ഈ കണക്കുണ്ട്. ഇത് ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്ന സംഗതിയാണ്. ഈ സംഗതി നമ്മളുടെ ഇവിടുത്തെ ബിസിനസ്സുകാർക്ക് പൊതുവിലില്ല. കോർപ്പറേഷൻ ലൈസൻസ് കിട്ടാനുള്ള കാലതാമസം ഒരു സംരംഭകന് തുടങ്ങാനുള്ള താമസമാകും. അതുവേണ്ടിയാണ് സർക്കാർ KSF ലൈസൻസ് തുടങ്ങിയത്. അതിന് 3.5 വർഷം വരെ നമുക്ക് റൺ ചെയ്യാം ആ ലൈസൻസ്. ഇപ്പോഴാണെങ്കിൽ ലോൺ അതെല്ലാം എളുപ്പമാക്കിയിട്ടുണ്ട്. ലോൺ കിട്ടാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബാങ്കിങ് ഇപ്പം ഫ്രണ്ട്ലിയാണ്. നമുക്കൊരു നല്ലൊരു പ്രൊജക്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ അതിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ സ്കീംസ് എന്ന് പറഞ്ഞാൽ PMEGP, പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. മാനുഫാക്ചറിങ് ആണ് 50 lakhs വരെ സബ്സിഡിയാണ്. സർവീസ് സ്കീം ആകുമ്പോൾ 20 lakhs വരെയാണ് ലിമിറ്റ് വരുന്നത്. 18 വയസ്സ് കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും ഈ ലോൺ അപ്ലൈ ചെയ്യാം. PMEGPക്ക് പിന്നെ 2-3 സബ്സിഡി കിട്ടാനുള്ള കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ EDP ട്രെയിനിങ് ആണ്. ഒന്നെന്ന് വെച്ചാൽ ഓഫ്ലൈൻ ട്രെയിനിങ് ആണ്. KYC ഡോക്യുമെന്റ്സ്, നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഉദ്യം സർട്ടിഫിക്കറ്റ്, നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ഫിനാൻസിന്റെ പേജ് അതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ബാങ്ക് മാനേജറിന് കൊടുക്കും. ആ മാനേജർ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കൺസെപ്റ്റ് എടുത്താൽ മതി. അതിന്റെ കോസ്റ്റ് പ്ലസ് ടാക്സ്, അതിന്റെ വിലയും ടാക്സുമാണ് അതിൻ്റെ ഇത്. അതിന്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. 100 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് അതിന്റെ 10 രൂപ ടാക്സ് കൂടി 110 രൂപയ്ക്കാണ് കിട്ടുന്നത്. അതിന്റെ വാല്യൂ 100 രൂപയാണ്. ആ 100 രൂപയിലേക്ക് നമ്മൾ എന്തെങ്കിലും അഡീഷൻ ചെയ്യുന്നുണ്ടോ, നമ്മുടെ മാർജിൻ ആഡ് ചെയ്യുന്നുണ്ടോ? 10 രൂപ നമ്മുടെ മാർജിൻ ആഡ് ചെയ്താൽ നമ്മൾ 110 രൂപ ആക്കിയെങ്കിൽ ആ വാല്യൂ അഡീഷൻ വന്നാൽ 10 രൂപയുടെ മാത്രം ടാക്സ് ആണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത്. അതാണ് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. റെക്കഗ്നേഷൻ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ തിരിച്ചറിയും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വളരെ സിമ്പിളായി അവർ ഡിസൈൻ ചെയ്തു എന്നുള്ളതാണ്. അതിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലോ വേറെ കുറച്ച് എലമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എക്സിബിഷൻസ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. അതുപോലെ ഓരോ രാജ്യത്തും ഓരോ വർഷം നാഷണൽ ഫെയറുകളുണ്ട്. ഈ ഫെയറുകളിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനാഷണൽ എൻക്വയറീസ് കിട്ടും. ഇപ്പം ദുബായിൽ എല്ലാ വർഷവും നടക്കാറുണ്ട് ദുബായ് ഫെയർ. അത് നമ്മൾ സ്റ്റാളിട്ട് കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തു നിന്നും ആൾക്കാരുണ്ട്. അങ്ങനെ സെർച്ച് എഞ്ചിനുകളുണ്ട്. ഇപ്പോൾ എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ, ട്രേഡ് ഇന്ത്യ, ഇങ്ങനെയുള്ള പോർട്ടലുകളുണ്ട്. അതിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പെയ്ഡ് സൈറ്റ്സ് ആണ്. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ എൻക്വയറി ചെയ്യും. സെൻട്രൽ ഗവൺമെന്റിന്റെ ലേറ്റസ്റ്റ് ടെക്നോളജിയും പുതിയ നമ്മുടെ സ്കിൽ എത്താതെ നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അവരൊന്നും ഒരുമിച്ച് കൂടിയാൽ അല്ല, കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും തരുന്നതാണ്. അവിടെ ദാരിദ്ര്യത്തിന്റെ ആവശ്യമില്ല. പക്ഷെ അവിടെ പോയിട്ട് ഇരുന്നിട്ട് ചിന്തിക്കുന്നതാണ് ദരിദ്രമായ ചിന്താഗതികളാണ്. പക്ഷെ ഉണക്കവർഷത്തിന്റെ മുകളിൽ ജന്മികൾ ജീവിക്കുന്നുണ്ട്. നേരെ അപ്പുറത്ത്. ശരി. അപ്പൊ ഇത് രണ്ടും എക്സ്ട്രീമാണ്. അപ്പൊ അതിനൊരു കൂട്ടായ്മ ചേർക്കുന്നതാണ് നമ്മുടെ ഇൻഡസ്ഗ്രോ എന്നുള്ള NGOയുടെ ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ നമ്മൾ എല്ലാ മാസവും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉദ്ദേശിക്കുന്നു.